അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പറഞ്ഞാൽ ഹൈഡ് കാൽക്കുലേറ്റർ ലോക്ക്, അതിൽ നമ്മൾ ഫയൽസും ഇമേജസും വീഡിയോസൊക്കെ കയറ്റിയിട്ട് അത് നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ അൺഇൻസ്റ്റാളായി പോവുകയാണെങ്കിൽ അതിലുള്ള ഫയൽസും ഇമേജസും കാര്യങ്ങളൊക്കെ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ആരും ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊന്നും അങ്ങനെ മലയാളത്തിൽ ചെയ്തതായിട്ട് കണ്ടില്ല. പിന്നെ വേറെ ലാംഗ്വേജിലാണെങ്കിൽ കൂടി ഇങ്ങനത്തെ മെത്തേഡൊന്നുമല്ല യൂസ് ചെയ്തിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. ഇത് വേറൊരു കാര്യമുണ്ട്, നിങ്ങളത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് അധികമൊന്നും ആയിട്ടില്ലെങ്കിൽ 100% നമുക്കിത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറേ ആയി, നിങ്ങളുടെ ഫോണൊക്കെ കുറേ ക്ലീനൊക്കെ ചെയ്ത് പോയതാണെങ്കിൽ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതെങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ 2 തരത്തിലുള്ള കാൽക്കുലേറ്റർ ലോക്കാണ് ഇതിൽ ചെയ്ത് കാണിച്ചു തരാൻ പോണത്. ഇതാണ് ഫസ്റ്റ് വൺ, ഹൈഡ് യു കാൽക്കുലേറ്റർ ലോക്ക്. രണ്ടാമത്തെ പറയുന്നത് ഈ കാൽക്കുലേറ്ററിൻ്റെ ലോക്ക് ഫോട്ടോ വോൾട്ടാണ്. ഇത് രണ്ടുമാണ് പ്ലേ സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന വോൾട്ടുകൾ. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഹൈഡ് യു കാൽക്കുലേറ്റർ ലോക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിൽ ഞാൻ ഓപ്പണാക്കി ഗ്രീൻ കണ്ടിന്യൂ കൊടുത്ത് പാസ്വേഡ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ചിലപ്പോൾ ഞാൻ ഈ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ബ്ലാങ്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഈ വോൾട്ട് തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ വെളിയിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി സ്ക്രീൻ ബ്ലാങ്ക് ആവും. പക്ഷെ അതൊന്നും അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി ഫയൽ ആഡ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരല്ലേ. ഞാനിത് എങ്ങനെയാണ് ചെയ്ത് ഞാൻ 2 ഫയൽ, ഒരു ഇമേജും ഒരു വീഡിയോയും ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ എടുക്കാമെന്ന് കാണിച്ചു തരാം. ഇതിൽ ബ്ലാങ്ക് ആയതും നിങ്ങൾ പ്രശ്നം വിചാരിക്കൊന്നും വേണ്ട. സോ ഇതിപ്പോൾ ഓൾറെഡി ബ്ലാങ്ക് ആയിട്ടുണ്ട്, എന്നാലും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ 2 ഫയൽ ഇതിൽ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ സാമ്പിൾ ഫയലായിട്ടുള്ള ഒരു ഇമേജും, ഇപ്പോൾ ഒരു ഇമേജാണ് ഹൈഡായത്. ഇനി ഒരു വീഡിയോയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഇതെങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഒരു ഇമേജും ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാനിതിൽ കയറ്റി വെച്ചിരിക്കുന്നത്. ഇനി ഞാനിത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് ഈ കയറ്റി വെച്ച വീഡിയോ എങ്ങനെ എനിക്ക് തിരിച്ച് കിട്ടുകയെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഓക്കെ, 2 കയറ്റിയിട്ടുണ്ട്. ഇനി ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഇതാണ് ഫസ്റ്റ് നമ്മളിപ്പോൾ കയറ്റിയ ആപ്പ്. ഇത് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. ഓക്കെ, അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഞങ്ങളുടെ ഫയൽ മാനേജറിൽ പോവുക. ചിലപ്പോൾ പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ ഫയൽ മാനേജറിൽ കയറിയാൽ കൂടെ ഇതിലേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഷാമിൻ്റെ ഫയൽ മാനേജർ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ തോന്നുന്നു. അത് ഏതാ ഫയൽ മാനേജർ എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ വേറെ എൻ്റെ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് ഫയൽ മാനേജർ. അതറിയില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫയൽ മാനേജറിൽ കയറിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആൻഡ്രോയിഡിൽ ഡാറ്റയിൽ കയറുക. അപ്പോൾ ഇൻ വ്യൂ ഇൻ ഫയൽസ് എന്ന് കാണിച്ച് കഴിഞ്ഞാൽ കയറുക. വ്യൂ ഇൻ ഫയൽസ് എന്ന് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഉള്ള ഇൻബിൽഡ് ആയിട്ടുള്ള ഫയൽ മാനേജറിൽ കയറുകയാണ്. ഇതിൽ ഫയൽ മാനേജറിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ട് ഷോ ഹിഡൻ ഫയൽസ് എന്ന് കൊടുക്കണം. ഞാൻ ഓൾറെഡി എൻ്റെ ഷോ ഹിഡൻ ഫയൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഡോൺ ഷോ എന്നുള്ളതിൻ്റെ പകരം ഷോ എന്നായിരിക്കും ഇവിടെ കാണുക. അത് കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരും, ഡോണ്ട് ഡിലീറ്റ് മീ ബൈ ഹൈഡ് യു എന്നുള്ള ഫയൽ കാണും. അതിൻ്റെ ഉള്ളിൽ കയറുക. ഫയൽസിൽ HIDEU0 ഇത്രയും ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ 2 ഫയലാണ്. ഇതിൽ 2 പറയുന്നത് നമ്മളിപ്പോൾ കയറ്റിയ ഫയലുകളാണ്. ഇതിൽ 1 ഇമേജുമാണ്, 1 വീഡിയോയാണ്. ഈ 55 MB ഉള്ളത് വീഡിയോ ആണ്. അത് ഞാനപ്പോൾ റീനെയിം ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്തിട്ട് നമ്മൾ വീഡിയോൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റണം. വീഡിയോൻ്റെ ഫോർമാറ്റ് പറയുമ്പോൾ MP4 കൊടുക്കുന്നതായിരിക്കും നല്ലത്. MP4 കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ സേവായി. നമുക്ക് എങ്ങനെയാണോ നമുക്ക് കയറ്റിയത് അതേപോലെ ഇപ്പോൾ നമുക്ക് റിക്കവർ ആയി. ഇനി അതേ സെയിം മെത്തേഡ് തന്നെ ഇമേജിലും കൊടുക്കുന്നു. എന്നിട്ട് ഏതെങ്കിലും ഇമേജിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുക. ഞാനിപ്പോൾ JPG കൊടുത്ത് കയറ്റുന്നുണ്ട്. JPG കൊടുത്ത് ചെയ്തു. ഇപ്പോൾ ആ ഫോട്ടോ അവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ കാൽക്കുലേറ്റർ ലോക്ക് വഴി നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുക. ഇനി രണ്ടാമത്തെ ലോക്കിൽ എങ്ങനെയാണ് എടുക്കുകയെന്ന് കാണിച്ചു തരാം. ഓക്കെ, അതിനു മുമ്പ് ഈ 2 ഫയലും ഞാൻ
പഴയ സ്ഥലത്തിലേക്ക് തന്നെ മാറ്റട്ടെ. അതൊന്ന് മൂവ് ചെയ്തിട്ട് ഞാനിതിലേക്ക് ചെയ്യാം. ഓക്കെ, സാമ്പിൾ ഫയൽസിനുള്ളിലേക്ക് തന്നെ മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ കാൽക്കുലേറ്ററിൽ പോയി ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കാൽക്കുലേറ്റർ. ഇതിലും നമ്മൾ കയറുന്നു. ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നു, നേരത്തെ അതേപോലെ തന്നെ. വേറെ ആരെയും പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തു വിടാം. ഇപ്പോൾ കേരള എന്നോ കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുന്നു. ഓക്കെ, ഞാനിതിലേക്ക് 2 ഫയൽ ആഡ് ചെയ്യട്ടെ. നേരത്തെ നമ്മൾ ചെയ്തതേപോലെ തന്നെ. നിങ്ങൾക്ക് അതിൽ ബ്ലാങ്ക് ആയത് കാരണം ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഈ ഫയൽ ഇത് അത്ര സെക്യൂർ ആയിട്ടുള്ളതല്ല തോന്നുന്നു. നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ബ്ലാങ്ക് ഒന്നും ആവുന്നില്ല. സോ ഫോട്ടോസിന് കൊടുക്കുന്നു. എന്നിട്ട് ഫോൾഡറിൽ നമ്മൾ കയറ്റി വെച്ചത് സാമ്പിൾ ഫയലിൽ നിന്ന് JPG നമ്മൾ ഉള്ളിലേക്ക് കയറ്റി അടുത്ത ഫയൽ കയറ്റുന്നു. വീഡിയോസിൽ കയറി ആൻഡ്രോയിഡിൽ ഞാൻ സാമ്പിൾ ഫയലിലുള്ള വീഡിയോയും ഇതിനുള്ളിൽ കയറ്റി. ഇതിപ്പോൾ രണ്ടും ഇതിൽ സേവ്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ റിക്കവർ ചെയ്തെടുക്കാമെന്ന് ഇതിൽ കാണിച്ചു തരാം. ഇത് അതിൻ്റെ അത്ര പണിയില്ല. ഇത് ഓൾറെഡി നോർമലി എങ്ങനെയാണോ വീഡിയോയും ഇമേജും ഫയൽ ഉണ്ടാവുക അതേപോലെ തന്നെയായിരിക്കും ഇതിൽ കിടക്കുന്നുണ്ടാവുക. സോ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കാൽക്കുലേറ്റർ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നു. നേരത്തെ കാണിച്ച പോലെ ഫയൽ മാനേജറിൻ്റെ ഉള്ളിൽ കയറുക. ഷോമിൻ്റെ ഫയൽ മാനേജറിൽ കയറി ആൻഡ്രോയിഡിൽ ഡാറ്റയിൽ കയറി വ്യൂ ഇൻ ഫയൽസിന് കൊടുക്കുക. വ്യൂ ഇൻ ഫയൽസിന് കൊടുക്കുമ്പോൾ നമ്മുടെ ഇതിൽ ഇൻബിൽഡ് ആയിട്ടുള്ള എന്നാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള നമ്മുടെ ഫയൽ മാനേജറിൽ കയറിയിട്ടുണ്ടാവും. ഇതിൽ നേരത്തെ ചെയ്ത പോലെയല്ല, നമ്മൾ ഷോ ഹിഡൻ ഫയൽ കൊടുത്ത് വയ്ക്കണം. നേരത്തെ ചെയ്ത പോലെയല്ല. ഇതിലേക്ക് നേരെ വന്നു കഴിഞ്ഞാൽ പിക്ചേഴ്സിൽ പോയാൽ മതി. പിക്ചേഴ്സിൽ ഡോട്ട് കാൽക്കുലേറ്റർ ലോക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ വീഡിയോസ് അതേപോലെ കിടക്കുന്നുണ്ടാവും. ഈവൻ ഞാൻ ഇപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പോലും വീഡിയോസും ഫോട്ടോസും അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് 2 മെത്തേഡ്. നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്താലും ഇവിടെ ഈ ഫയൽ സേഫായി കിടക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ക്ലീനറൊക്കെ എന്ത് വെച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് ഫയൽ ആയത് കാരണം ചിലപ്പോൾ റിമൂവ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതാണ് 2 മെത്തേഡുകൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇത് പുതിയൊരു ചാനലായതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. സോ ഇത് ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലുള്ള വീഡിയോസ് ഇനിയും കാണാം. സോ താങ്ക് യു.